നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 ജാനുവരി 4 മുതൽ 10 വരെയുള്ള, അതായത് ജനുവരി 4 മുതൽ 10 വരെയുള്ള ആഴ്ച നക്ഷത്രഫലം, അതായത് വാരഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഈ വാരഫലത്തിൽ ഗ്രഹങ്ങൾ എവിടെയാണ് നിന്ന് നമ്മൾക്ക് ആ രാശിഫലം തരുന്നത്, ഏതെല്ലാം ഗ്രഹങ്ങളാണ്, അത് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇത് രാശിചക്രമാണ്. ഈ ആഴ്ചയിലെ രാശിചക്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതായത് വേഴഗ്രഹം, അതായത് ഗുരു, വേഴഗ്രഹം മിഥുനൻ രാശിയിൽ നിൽക്കുന്നു ഈ ആഴ്ചയിൽ. ശനിഗ്രഹം മീനൻ രാശിയിൽ നിൽക്കുന്നു. രാഹു കുംഭൻ രാശിയിൽ നിൽക്കുന്നു. കേതു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. സൂര്യൻ ധനുരാശിയിലും, അതോടൊപ്പം സൂര്യനോടുകൂടി ചൊവ്വയും ബുധനും ശുക്രനും ഈ ധനുരാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഒരു ആഴ്ചയിൽ, അതായത് ഈ ആഴ്ചയിൽ ഉണ്ടാവുന്ന രാശി നക്ഷത്രഫലം, ഈ ആഴ്ചയിലെ രാശി നക്ഷത്രഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാനിത് പറയുന്നത് ഒരു പൊതുവായ കാര്യമാണ് പറയുന്നത്. ഇത് ഓരോരുത്തർക്കും അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഗ്രഹനിലയും അവരുടെ ജാതകത്തിലെ ദശാകാലവും അതേപോലെ തന്നെ അപഹാരകാലവും ഇതോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്താലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. എന്നിരുന്നാലും ഞാൻ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഗോചരപരമായിട്ട് സാമാന്യമായി ഉണ്ടാവുന്ന ഒരു ഗോചരഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പൊ പൊതുവെ ഈ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഒരു പൊതുഫലം, അത് ആദ്യം തന്നെ ആ പൊതുഫലം എല്ലാ നക്ഷത്രക്കാർക്കും മൊത്തത്തിൽ ഈ ആഴ്ചയിൽ ഉണ്ടാവുന്ന ഒരു പൊതുഫലം ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും എടുത്തു പറയാം. അപ്പൊ പൊതുഫലം നോക്കുമ്പോൾ വേഴം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്, അതും വക്രഗതിയിലാണ് നിൽക്കുന്നത്. ഒരു ഗ്രഹം വക്രഗതിയിലായാൽ അതിന് ഫലദാനശേഷി കൂടും. അപ്പൊ വേഴം വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ചും പഴയ കാര്യങ്ങൾ പുനർചിന്തിക്കാൻ ഈ ആഴ്ചയിൽ അവസരം വരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ഈ ആഴ്ചയിൽ തുടങ്ങാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഇതുകൂടാതെ വേഴം മീനൻ രാശിയിൽ നിൽക്കുന്നതിനാൽ മാനസികമായ അസ്വസ്ഥതകൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ഉത്തരവാദിത്തപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ മന്ദഗതിയിലായിരിക്കും ഇവർക്ക്. ശനി മീനൻ രാശിയിൽ, ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ശനി മീനൻ രാശിയിൽ നിൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഈ ആഴ്ചയിലെ പൊതുഫലം. അതുകൂടാതെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്നതിനാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ സൂര്യൻ ധനുരാശിയിൽ നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇവരുടെ ഇടയിൽ അവസരങ്ങൾ വരുന്നതാണ്. അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും. അപ്പൊ ഇതാണ് ഒരു പൊതുഫലം. ഈ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ മൊത്തത്തിലുണ്ടാവുന്ന ഒരു പൊതുഫലമാണ് ഈ രാശി ചക്രം കൊണ്ട്, ഈ രാശിയിലെ ഓരോ ഗ്രഹങ്ങളും ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലമാണ് ഞാനിവിടെ
പൊതുവായിട്ട് പറഞ്ഞു. ഇനി ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് ഈ ആഴ്ചയിൽ വരുന്നത് എന്ന് പറയാം. അതായത് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തികക്കാലം. അശ്വതി, ഭരണി, കാർത്തികക്കാലം മേടൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തികമായി വളരെ ഗുണകരമാവുന്ന ഒരു സമയമാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ മിതത്വം പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകുമെങ്കിലും ഇവർക്ക് അതിൽ കുറച്ച് മിതത്വം പാലിച്ചാൽ നല്ലതായിരിക്കും. ഇവരെ സംബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ആരംഭിക്കാൻ സാധിക്കുന്നതാണ് ഈ ആഴ്ചയിൽ. സഹോദര ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സഹോദരന്മാരുമായി എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തീർന്നു പോകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. യാത്രകൾ ഗുണകരമാവുന്ന ഒരു ആഴ്ചയാണ്. യാത്ര പോകാൻ ഇടവരുമെങ്കിൽ അതിന് ഗുണകരമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലവും കൂടിയാണ് ഇവർ ഈ സമയം. ധനപരമായി സ്ഥിരതയുണ്ടാകുകയും ചെയ്യും ഈ ആഴ്ചയിൽ ഇവർ. ഇനി ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രം കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര ഈ നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത്. ഇവർക്ക് വേഴൻ 2 ധനസ്ഥാനത്താണ് വരുന്നത് ഈ ആഴ്ച. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉയർച്ച ഈ ആഴ്ചയിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു ആഴ്ചയാണ്. മുതിർന്നവരുടെ സഹായം ഇവർക്ക് കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. മുതിർന്നവർ ഇവരെ സഹായിക്കും ഈ ആഴ്ച. അതായത് ഇവരുടെ മുതിർന്നവർ എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കുടുംബ സംബന്ധമായി മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം സഹായം ഈ ആഴ്ചയിൽ ഇവർക്ക് കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ആത്മീയമായ സംതൃപ്തി ഉണ്ടാവുന്ന അതോടൊപ്പം തന്നെ ഒരു ആത്മസംതൃപ്തി, ആത്മീയമായ കാര്യങ്ങളിൽ സംതൃപ്തിയും മൊത്തത്തിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ഈ ഇടവം കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേടം വക്രത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ജൂൺ 2 വരെ വേടം ഇനി മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ വക്രത്തിലാണ് ഈ വേടഗ്രഹം നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ജന്മരാശിയിലാണല്ലോ വേടം നിൽക്കുന്നത്. സംഗതി വക്രഗതിയിലാണെങ്കിലും ജന്മരാശിയിലെ വേടം അത്ര ഗുണകരമല്ല. പിന്നെ വക്രത്തിലാണ് വേടം നിൽക്കുന്നതിന്റെ പേരിലുള്ള ചില സൗജന്യങ്ങൾ, അതായത് കുറെ നല്ല വശങ്ങൾ ഈ വേടത്തെ കൊണ്ട് ഇവർക്ക് ഈ ആഴ്ചയിൽ കിട്ടുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ പല കാര്യങ്ങളിലും. വിദേശയാത്രക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും ഈ ആഴ്ചയിൽ ഇവർക്ക്. ധനപരമായ ഒരു സ്ഥിരതയുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇവർക്ക് ഇടവരും. കുടുംബപരമായി സൗഖ്യം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. ഈ മിഥുനം കൂറിൽ വരുന്ന മകീരമര, തിരുവാതിര, പുണർദം, മുക്ക ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച പൊതുവെ ഗുണവും അല്പം ദോഷവും കടന്നു വരുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇനി കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലിൽ, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകത്തിൽ വരുന്നത്. അനാവശ്യമായ ചെലവുകൾ ഇവർ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. ഇടത്തെ കണ്ണിന് അസുഖം വരാനും സാധ്യതയുണ്ട് ഇവരുടെ ഇടത്തെ കണ്ണ്.
പാപചിന്ത മനസ്സിനെ ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. ഇവർ ഏതെങ്കിലും വിധത്തിൽ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ആഴ്ച പാപചിന്ത മനസ്സിനെ അലട്ടുന്ന ഒരു ആഴ്ചയാണ്. ചെയ്തുപോയ തെറ്റുകളിൽ പ്രായശ്ചിത്ത ചിന്തയും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ്. ഇനി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. ഇതാണ് ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. കേതു ചിങ്ങത്തിൽ നിൽക്കുന്നതിനാൽ മനക്ലേശങ്ങൾ ഉണ്ടാവും. അതായത് കേതു ഗ്രഹം ചിങ്ങത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ചിങ്ങത്തിൽ കേതു നിൽക്കുന്നതിനാൽ മനക്ലേശങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാവും, വരവ് കൂടുതലുണ്ടാവും. കാരണം വേഴം 11-ലാണ് നിൽക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് വരവുണ്ടാവും, തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ദാനപ്രവർത്തികൾ ചെയ്യാനും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഇടവരും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശനം നടത്താനും ഇവർക്ക് ഈ ആഴ്ച അതിനുള്ള അവസരങ്ങൾ ഒത്തുവരുന്നതാണ്. ഇനി കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഇത് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. കഠിനമായ കാര്യങ്ങൾ, ഏതെങ്കിലും വിധത്തിലെ കഠിനമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ആഴ്ച അതിനുള്ള ഫലം കിട്ടും. പുതിയ പ്രവർത്തനങ്ങൾ ആലോചിക്കും ഇവർ. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റി ഇവർ ആലോചിക്കുന്ന ഒരാഴ്ചയാണ്. സുഹൃത്തുക്കളുടെ പിന്തുണ ഇവർക്ക് കിട്ടുന്ന ആഴ്ചയാണ്. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, കർമ്മ പുരോഗതി ഉണ്ടാവും. കാരണം 10-ലാണല്ലോ, കന്നിരാശിയുടെ 10-ലാണ് വേടം നിൽക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാവമല്ലേ. കർമ്മഭാവത്ത് വേടം നിൽക്കുന്നതിന്റെ പേരിൽ ഇവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നേട്ടം, ധനകാരകനാണ് 10-ൽ നിൽക്കുന്നത്. അപ്പൊ അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്കുണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മവിശ്വാസവും കാര്യവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ കന്നിക്കൂറിൽ വരുന്ന ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണകരമാവുന്ന ഒരു ആഴ്ച തന്നെയായിരിക്കും. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. ഇതാണ് ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് നടക്കാനും ഇവർക്ക് മംഗളപരമായ കാര്യങ്ങളിൽ സംബന്ധിക്കാനും സാധ്യതയുണ്ട്. പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് പ്രേമം സഫലമാകുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. അതായത് വേണം ഇവർക്ക് 9-ൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വന്ന് കിട്ടാവുന്നതാണ്. അപ്പൊ നറുക്കെടുപ്പുകളിൽ സമ്മാന പദ്ധതികളിലെല്ലാം ഇവർക്ക് വിജയിക്കാവുന്ന ഒരു ആഴ്ചയാണ് ഈ തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക്. അപ്പൊ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക്, തുലാം രാശിയിലെ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ച തന്നെയാണ്. ഇനി വൃശ്ചികം കൂർ. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചിക കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകും. കാരണം വേഴം 8-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകും. യാത്രകൾക്ക് തടസ്സങ്ങളും വരാം. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ തർക്കങ്ങളും ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട്. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇവർ. സാമ്പത്തിക തടസ്സങ്ങളും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ. അല്ലെങ്കിൽ യാത്രയിൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല എന്ന് വേണം പറയാൻ. ഇനി ധനിക്കൂർ. ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇതാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. സൂര്യൻ ധനുവിൽ ആത്മകാരകത്വത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. സൂര്യൻ ധനുവിലാണ് നിൽക്കുന്നത്. ധനുവിൽ സൂര്യൻ നിൽക്കുന്നതിന്റെ പേരിൽ ഈ ധനിക്കൂറിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ആത്മകാരകത്വം കിട്ടുന്ന ഒരു സമയമാണ്.
അവർക്ക് ഊർജ്ജസ്വലത കിട്ടും. ഈ ആഴ്ച സ്ഥാനക്കയറ്റങ്ങൾ കിട്ടും, പ്രമോഷൻ കിട്ടും, തൊഴിൽ സംബന്ധമായ പുരോഗതി കിട്ടുന്ന ആഴ്ചയാണ്. സ്ത്രീകളുമായി പ്രശ്നങ്ങളില്ലാതെ സൂക്ഷിക്കുകയും വേണം. ഇവരെ സംബന്ധിച്ച് അത് നോക്കേണ്ടതാണ്. കാരണം സ്ത്രീകളായിട്ടുള്ള ചില പ്രശ്നത്തിൽ സൂര്യൻ ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നതിന്റെ പേരിൽ ചില സ്ത്രീ വിദ്വേഷ കാര്യങ്ങളെല്ലാം വന്ന് സംഭവിക്കാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മറ്റു കാര്യങ്ങളെല്ലാം ഇവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ ഒരു ആഴ്ച തന്നെയാണ്. ധനുരാശിക്കാർ. ഇനി മകരൻ രാശിയാണ്. മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര. ഇതാണ് മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര പോകാനായിട്ട് ഇടവരുന്ന ദൂരയാത്രക്കുള്ള ഒരുക്കങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ് ഈ ആഴ്ച. പുതിയ കൂട്ടുകെട്ടുകൾ ഈ ആഴ്ചയിൽ ഇവർക്ക് കിട്ടുന്നതാണ്. പുതിയ സൗഹൃദ കൂട്ടുകെട്ടൊക്കെ വരാവുന്നതാണ്. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണി തുടങ്ങാനും, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാനിരിക്കുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാനും, അതുമല്ലെങ്കിൽ വീട് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാനും ഈ ആഴ്ച വളരെ നല്ലതാണ്. ധനസ്ഥിരത ഉണ്ടാവുന്ന ഒരാഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച് ധനപരമായ ഒരു സ്ഥിരത ഉണ്ടാവുന്ന ആഴ്ചയാണ്. ശത്രുശല്യം മാറിക്കിട്ടുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച്. കൂടാതെ ഇവരെ സംബന്ധിച്ച് ചില കഫസംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി കുംഭൻ രാശി. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പുരുരുട്ടാതി, മുക്കാലി. ഇതാണ് ഈ കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനനേട്ടങ്ങൾ ഉണ്ടാകും, ഭാഗ്യം കിട്ടുന്ന ഒരു സമയമാണ്. കാരണം കുംഭൻ രാശിയിലോട്ട് വേഴം മിഥുനത്തിലേക്കുന്ന വേഴഗ്രഹം കുംഭൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ധനകാരകനായ വേഴം കുംഭത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവരെ സംബന്ധിച്ച് ഈ രാശിക്കാരെ സംബന്ധിച്ച് ധനനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അവർക്ക് ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും, വരുമാന വർധന ഉണ്ടാകും, പ്രവർത്തികളിൽ വിജയങ്ങൾ ഉണ്ടാകും, വിനോദയാത്ര പോകാനും ഇവർക്ക് ഇടവരുന്നതാണ് ഈ കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഇനി മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്നത്. ഇവരുടെ അതായത് ജന്മരാശിയിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ചില പ്രവർത്തികളിൽ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പിന്നെ വേഴം 4 നിൽക്കുന്നത് കുടുംബ സംബന്ധമായ ചില പുരോഗതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4 വേഴമല്ല, വേഴം 4 മിഥുനൻ രാശിയിൽ, മീനൻ രാശിയുടെ 4 വേഴം. വേഴം എന്ന് പറഞ്ഞ 4 എന്ന് പറഞ്ഞ വീടാണ്. അപ്പൊ വീടിന്റെ സ്ഥാനത്ത് വേഴം നിൽക്കുമ്പോൾ അവിടെ കുടുംബപരമായ ചില സൗഖ്യങ്ങളും നേട്ടങ്ങളും കുടുംബ പുരോഗതിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇവർക്ക് മനോവിഷമങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവരുടെ കാര്യങ്ങളിൽ ചിലത് മന്ദഗതിയിലാ പോവുകയുള്ളൂ. പണച്ചിലവ് കൂടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ തർക്കങ്ങളിൽ ഇടപെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കാരണം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് 7.5 ശനിയുടെ സമയവും കൂടിയാണ്. അപ്പൊ അവര് തർക്കങ്ങളും അതേപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ഈ 7.5 ശനിയിൽ വന്ന് ചേരാവുന്നതാണ്. അപ്പൊ അത് കണക്കിലെടുത്ത് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പൊ ഇത് സാമാന്യമായ ഒരു പൊതുഫലമാണ്. ഈ ആഴ്ചയിലെ സാമാന്യമായ ഒരു പൊതുഫലമാണ്. ഗോചരവശാലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ഗോചരഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.